യൂറോപ്പ് സന്ദർശനത്തിനിടെ പത്രലേഖകരുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ലെന്ന വിവാദത്തിൽ മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് മലയാളിയായ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ആരോപണത്തിന് മറുപടി നൽകിയത്. യൂറോപ്പ് സന്ദർശനത്തിനിടെ നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ലെന്ന ആരോപണത്തിനായിരുന്നു സിബി ജോർജ് മറുപടി നൽകിയത്. ഞങ്ങൾ എന്തിനു നിങ്ങളെ വിശ്വസിക്കണമെന്നും ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഉറപ്പു നൽകാൻ കഴിയുമോ എന്നും ഒരു നോർവീജിയൻ മാധ്യമപ്രവർത്തക സിബി ജോർജിനോട് ചോദിച്ചു. ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിന്ന് മോദി എപ്പോഴാണ് ചോദ്യങ്ങൾ നേരിടുക എന്നും ചോദ്യമുയർന്നു. മറുപടിയായി ഇന്ത്യയുടെ 5000 വർഷത്തെ സനാതനമായ നാഗരികതയെക്കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും സിബി വിശദമായി സംസാരിച്ചു. നൂറുകണക്കിന് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ വിദേശ NGOകളുടെ റിപ്പോർട്ടുകൾ വായിച്ചാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോവിഡ് കാലത്ത് ലോകത്തെ സഹായിച്ചതിലൂടെ ഇന്ത്യ ആഗോള വിശ്വസ്തത നേടി. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശവും മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടായാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശവും സിബി ജോർജ് വിശദീകരിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടെന്നും പല വികസിത രാജ്യങ്ങളിലും ഇത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നടപ്പിലായതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക ജനസംഖ്യയുടെ 1/6 വരും ഇന്ത്യയിലെ ജനസംഖ്യ. എന്നാൽ ലോകം നേരിടുന്ന 1/6 പ്രശ്നങ്ങൾ പോലും ഇന്ത്യയിൽ ഇന്നില്ല. ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മോദിയുടെ സന്ദർശനത്തിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുക എന്ന ഉത്തരവാദിത്തം തന്റേതാണെന്നും താൻ അത് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി. സംയുക്ത പ്രസ്താവനയ്ക്ക് ശേഷം മടങ്ങിയ മോദിയോട് ലോകത്തെ എങ്ങനെ വലിയ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തെ മാധ്യമങ്ങളോട് സംസാരിക്കാത്തത് എന്താണെന്ന് നോർവീജിയൻ മാധ്യമപ്രവർത്തക ഹെല്ലെ ലിങ് ചോദിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ലോകപത്ര സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ 1-ാം സ്ഥാനത്താണെന്നും ഇന്ത്യ 157-ാം സ്ഥാനത്താണെന്നും ചൂണ്ടിക്കാട്ടിയ ലിങ് ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും വീഡിയോയിൽ വ്യക്തമാക്കുന്നു.